തൃശൂർ കോർപ്പറേഷനിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി LDFിൽ നല്ല കലകം നടക്കുന്നുവെന്ന വിവരം മൂന്നിടത്ത് കേരള കോൺഗ്രസ് എം സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPM മത്സരിക്കുന്ന സിവിൽ സ്റ്റേഷൻ, ഒളരി എന്നീ ഡിവിഷനുകളിലും CPM മത്സരിക്കുന്ന പുതൂർക്കരയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സൂര്യ സജി വിമത ശല്യത്തെക്കുറിച്ച് പറയാൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. പറയൂ സൂരജ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം അത് ഇന്നലെ അവസാനിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ LDFിലും കലഹമാണ് എന്ന സ്ഥിരീകരണം വരുന്നത്. LDFിൽ കേരള കോൺഗ്രസ് എം ആണ് ഇപ്പോൾ തൃശ്ശൂരിൽ തലവേദന സൃഷ്ടിക്കുന്നത്. 3 സീറ്റുകളിലാണ് ഈ കേരള കോൺഗ്രസ് എം ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഈ അയ്യന്തോൾ പ്രദേശം കേരള കോൺഗ്രസ് പറയുന്നത് തങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. അവിടെ തങ്ങൾക്ക് 3 സീറ്റുകൾ വേണം എന്നുള്ളതായിരുന്നു ഈ കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. 4 സീറ്റുകൾ വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ ഒരു ജനറൽ സീറ്റ് ഉൾപ്പെടെ 4 സീറ്റ് എന്നുള്ളതായിരുന്നു ഇവരുടെ അവകാശവാദം. പക്ഷേ LDF ആകട്ടെ 2 സംവരണ സീറ്റുകളാണ്, അത് വനിതാ സംവരണ സീറ്റുകളാണ് നൽകിയത്. അതിൽ ഒന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് എടക്കുന്നി, അതോടൊപ്പം തന്നെ അയ്യന്തോൾ എന്നതായിരുന്നു സിറ്റിംഗ് സീറ്റുകൾ, 2 സീറ്റുകൾ. അതിൽ എടക്കുന്നിയിൽ നിലവിലെ കൗൺസിലറായിട്ടുള്ള കരോളിൻ പെരിഞ്ചേരിയെ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ അയ്യന്തോളിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി. അവിടെ തങ്ങളുടെ അറിവില്ലാതെ LDFിലെ മറ്റ് ഘടകകക്ഷികൾ ചേർന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പറയുന്നത്. അതിന് പുറമെ ഈ അയ്യന്തോൾ മേഖലയിലെ 9 സീറ്റുകളിൽ 5 പ്രധാനപ്പെട്ട സീറ്റുകളിൽ 3 CPIക്കും 2 LDFിനും നൽകി. എന്നാൽ തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് തങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ 3 ഇടങ്ങളിൽ കേരള കോൺഗ്രസ് തനിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങി. നേരത്തെ കൃഷ്ണാപുരം എന്ന് പറയുന്ന സീറ്റിൽ അത് CPIയുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. അവിടെ ബീന മുരളി എന്ന് പറയുന്ന ഡെപ്യൂട്ടി മേയറായി മത്സരിച്ച ബീന മുരളി ആയിരുന്നു. അത് ജനതാദളിന് കൈമാറിയതോടുകൂടി ബീന മുരളി CPI തന്നെ വിട്ട് അവിടെ സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശൂർ കോർപ്പറേഷനിൽ കേരള കോൺഗ്രസ് എം 3 ഇടത്ത് വിമത ഭീഷണി ഉയർത്തിക്കൊണ്ട് തനിയെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സ്കെയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.